ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ വചനചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 4:16. ഹീബ്രൂസ് ചാപ്റ്റർ 4:16. എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയ പിതാവേ, പുനഃപാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. പരിശുദ്ധനായ ദൈവമേ, തിരുമുഖത്തേക്ക് നോക്കാൻ ഇങ്ങനെ ഈ ഒരു അവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നല്ലോ. നന്ദിയോട് ഞാൻ സ്തുതിക്കുന്നു. വചനം അവിടുത്തേതാണ്. കർത്താവെ, ഹല്ലേലൂയ, ഏത് രീതിയിൽ അടുത്ത ചില നിമിഷങ്ങൾ ക്രിയ ചെയ്യണമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് അടിയങ്ങളെ സഹായിച്ചാട്ട്. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ദൈവിക സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയാട്ട്. ഹല്ലേലൂയ, കൃപ കൂടെ ഇരിക്കണം, ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കേൾപ്പിച്ച ഹല്ലേലൂയ വായിച്ച് കേട്ട വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഞാൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഈ കൃപാസനം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ടാബർനാക്കിൾ ഹല്ലിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളുടെയും ആ പൊരുള് പുതിയ നിയമത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്തവരല്ല എങ്കിലും ഞാനൊന്ന് ഹല്ലേലൂയ ഒന്ന് കാണിക്കുവാൻ തക്ക ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഹല്ലേലൂയ ഒരു സെക്കൻഡ് അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് കാണാവുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അന്നേരം ഇവിടെ നമ്മൾ ഈ കൃപാസനം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ചിന്തയൊന്ന് ഉണർത്താൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ടാബർനാക്കിൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഇവിടെ ഇതിനൊരു ഗേറ്റ് ഉണ്ട്. ഇവിടെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ഈ ബലി അർപ്പിക്കുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കാല് അല്ലെങ്കിൽ നമ്മൾ കഴുകുന്ന ഹല്ലേലൂയ ഒരു സ്ഥലം, ലാവർ ഹല്ലേലൂയ, അല്ലെങ്കിൽ തൊട്ടി ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഈ ടാബർനാക്കിളിനകത്തിൽ തന്നെ അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമുണ്ട്. ഇത് കോട്ടിയാടിലുള്ളത് ബലി അർപ്പിക്കുന്നതും ഈ പുരോഹിതൻ വന്നിട്ട് കാലൊക്കെ കഴുകി എല്ലാം കഴുകി അങ്ങോട്ട് കയറുന്ന സ്ഥലവും ആ കഴുകുന്ന ആ തൊട്ടിയാണ് അവിടെ, താമ്രത്തൊട്ടി. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഹോളി പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതായത് നേരത്തെ നമ്മൾ കണ്ട ഈ ഇതിനകത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിനകത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് ഹോളി പ്ലേസ്. ഹോളി പ്ലേസിൽ നമുക്ക് കാണാൻ ലാംപ് സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പുറത്ത് ടേബിൾ ഹല്ലേലൂയ വെച്ചിട്ടുണ്ട്, ഷോ ബ്രെഡിനായിട്ടുള്ളത്. പിന്നെ ഇവിടെയും ഈ ഒരു ധൂപപീഠമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഹോളി ഓഫ് ഹോളീസ്, ഈ വെയിൽ കാണുന്നു. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ കാൽവറി ക്രൂശിലെ മരണസമയത്ത് മേട് തൊട്ട് അടി വരെ കീറിയ തിരിശീല എന്ന് പറയുന്നത് ഇതാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച വാക്യത്തിനോടുള്ള ബന്ധത്തിനാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ വായിച്ച തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തിലേക്ക്. അതിന് കൃപാസനം എന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളീസിലാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഈ കൃപാസനത്തിൽ എന്തൊക്കെയായിരിക്കുന്നത് നമുക്കറിയാം. രണ്ട് കൽപ്പലകയുണ്ട്, മന്ന ഇട്ട് വെച്ച പാത്രമുണ്ട്, അഹറോൻ്റെ തളർത്ത വടിയുണ്ട്. ഇതൊരു പശ്ചാത്തലം ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഇനി വചനത്തിലേക്ക് കടന്നു ചെല്ലാം. നമ്മളിവിടെ വായിച്ചത് ഹല്ലേലൂയ തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തോടും അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം. അവിടം വരെ നമുക്ക് അവിടെ നേരത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കൃപാസനം എന്ന് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ കാൽവറി ക്രൂശിലെ മരണത്തോട് ആ തിരശ്ശീല രണ്ടായിട്ട് മാറ്റപ്പെട്ട് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അന്നേരം അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കുമല്ലോ. അന്നേരം ഈ
ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ എക്സോഡസിൽ ഈ ടാബർനാക്കിളെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ 25:9 25:9 നമ്മൾ വായിക്കുന്നുണ്ട്. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. വളരെ സ്പെസിഫിക്കായിട്ട് കർത്താവ് ദൈവം പറയുകയാണ്, മോശയോട് പറയുക, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ഈ ആരാധന എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ രീതിയിൽ തന്നെ നടക്കണം എന്നുള്ളതാണ്. അത് വളരെ കർശനമായിട്ട് പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ബാക്കി നമ്മൾ ഒന്ന് ഓർക്കുവാണെങ്കിൽ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒരു ചാപ്റ്ററിലൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ. എന്നാൽ എക്സോഡസിൽ, അതായത് പുറപ്പാട് പുസ്തകത്തിൽ 25 തൊട്ട് 40 വരെ ഹല്ലേലൂയ നോക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ടാബർനാക്കിൾ ഉണ്ടാക്കേണ്ടത്. ഇതൊരു റെക്റ്റാങ്കുലറായിട്ട് ഒരു എൻക്ലോഷർ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയൊരു കോർട്ട്യാർഡിന് അകത്തിരിക്കുന്നത് നമ്മളത് കണ്ടു. ഇവിടെ നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം ബ്രേസൻ ഓൾട്ടർ, അതായത് ഈ ബലികളെ അർപ്പിക്കുന്ന പീഠം. അത് കഴിഞ്ഞിട്ട് ലേവർ താമ്രത്തൊട്ടി, അത് ഈ ഫെൻസിനകത്ത് ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇൻസൈഡ് ദി കവേർഡ് ടാബർനാക്കിൾ വേർ ദി ഹോളി പ്ലേസ്, ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ആ കവേർഡായിട്ടുള്ള ടാബർനാക്കിളിനകത്ത് ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അന്നേരം ആദ്യമായിട്ട് നമ്മൾ കണ്ടു അതിലെ കോട്ടിയാട് ഒരു ഫെൻസ്ഡാണ്. അതിനകത്ത് ഈ ബ്രേസൻ ആൾട്ടർ, അത് കഴിഞ്ഞിട്ട് താമ്രത്തൊട്ടി, അത് കഴിഞ്ഞിട്ട് ഹോളി പ്ലേസിലോട്ട് കയറുന്നു. ഹോളി പ്ലേസ് കഴിഞ്ഞിട്ട് ഹോളി ഓഫ് ഹോളീസ്. ഈ ഹോളി ഓഫ് ഹോളീസിലോട്ട് കടന്നു ചെല്ലുവാനുള്ള അധികാരമാണ് ദൈവമക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്ന് ഓർത്ത് നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ എന്താണ് നമുക്ക് ലഭ്യമായത് എന്നുള്ള ആ സീരിയസ്നെസ് നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ സാധിക്കും. അന്നേരം ഇത് ഇവിടെ ഒരിക്കൽ മാത്രമേ ഹൈ പ്രീസ്റ്റിന് നേരത്തെ ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു. ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, മഹാപാപ പരിഹാര ദിനത്തിൽ മാത്രം കയറി ചെല്ലാൻ പറ്റുന്ന ആ സ്ഥലത്തേക്ക് ദൈവമക്കളാകുന്ന നമുക്ക് തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തോട് അടുത്തു വരുവാൻ തക്കൊണ്ട് ദൈവം അധികാരം തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ കണ്ടു ഹോളി ഓഫ് ഹോളീസിൽ എന്തൊക്കെ ഇരിക്കുന്നത്. ആർക്ക് ഓഫ് ടെസ്റ്റിമണി, അത് അതിനകത്തിലെ 2 tablets ഓഫ് സ്റ്റോൺ, ദ പോട്ട് ഓഫ് മന്ന ആൻഡ് ഏറൺസ് റോഡ്, അല്ലെങ്കിൽ അഹ്റോൻ്റെ തളർത്ത വടി അവിടെ ഉണ്ട്. ആ 2 കൽപ്പലകൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദ പോട്ട് ഓഫ് മന്ന. അന്നേരം ഇവിടെ ക്രിയേഷനെ കുറിച്ച് ഒരു ചാപ്റ്റർ പറയുമ്പോൾ, ലെസ് ദാൻ 1 ചാപ്റ്റർ, അല്ല 10 കമാൻഡ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, ബട്ട് ഗോഡ് ഗേവ് ഓൾമോസ്റ്റ് 50 ചാപ്റ്റേഴ്സ് ഓഫ് ടീച്ചിങ് ഓഫ് ദ ടാബർനാക്കിൾ. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഹീബ്രൂസിലെ മിക്കവാറും അധ്യായങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം ഇത് വളരെ അർജൻറ്റായിട്ടൊരു വിഷയമാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ ഇതൊന്ന് ടാബർനാക്കിൾ അല്ലെ ആരാധന എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടല്ല. ഇതിനൊക്കെ ഡീറ്റെയിൽഡായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് പോയാൽ മാത്രമേ ദൈവീയ സാന്നിധ്യം അവിടെ ഇറങ്ങത്തുള്ളൂ എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നേരം ഇത് നോക്കുവാണെങ്കിൽ ഒത്തിരി ഹല്ലേലൂയ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഈ ദൈവം തന്നെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസാണ്. ഈ ഡീറ്റെയിൽസിലെല്ലാം അതിൻ്റെ ഫാബ്രിക്ക്, അതിൻ്റെ ബോർഡ്, അതിൻ്റെ മെറ്റല്, അതിൻ്റെ പീസ് ഓഫ് ഫർണിച്ചർ, ആനിമൽ സ്കിൻ, എല്ലാ ഡീറ്റെയിൽസും, റോഡ്, ഓയിൽ, ലൈറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ബ്രെഡ്, ഇതെല്ലാം നോക്കുമ്പോൾ എന്താ വിളിച്ച് കാണിക്കുന്നത് അറിയാവും? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ റെവലേഷനാണ് വിളിച്ച് കാണിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ വിളിച്ച് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ടാബർനാക്കിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അന്നേരം ഇതിൻ്റെയൊക്കെ ഒരു തീം അല്ലെങ്കിൽ ഒരു ഷാഡോ ആയിട്ട് അവിടെ നടന്നെങ്കിൽ പിന്നീട് വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പൊരുൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു. നമുക്ക് അല്പമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് കടന്നു പോകാം. വളരെ ബ്രീഫായിട്ട് മാത്രം ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം 24-ാമത്തെ അധ്യായം മാത്യു മത്തായി സുവിശേഷത്തിൽ 24-27 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു. നമുക്കറിയാം എമ്മോസിലേക്ക് പോകുന്ന സമയത്ത് ഹല്ലേലൂയ യേശു ക്രിസ്തു കൂടെ ചേർന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ച് പറയുക. ഇങ്ങനെ ഹല്ലേലൂയ തന്നെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതായിട്ട് അവിടെ കാണുകയാണ്. എന്തോ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്?
അന്നേരം നമുക്കറിയാം ഈ ടാബർനാക്കിളിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ഇതിൻ്റെ ചുറ്റും ആ വൈറ്റ് ലിനൻ, നമ്മൾ നേരത്തെ കണ്ട ആ വൈറ്റ് ലിനൻ ഉണ്ടല്ലോ ആ ഫെൻസിൽ, ഹല്ലേലൂയ അത് തൊട്ട് വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. അന്നേരം ഈ ഫെൻസ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ കോട്ടണും ഹല്ലേലൂയ അതിന് ചുറ്റും ഈജിപ്ഷ്യൻ കോട്ടൺ വെച്ച് വെളുത്തതാ നിറത്തിൽ ഹല്ലേലൂയ ഉണ്ടാക്കിയിരിക്കുന്ന ആ ലിനനാണ്. ഒന്ന് ഓർത്ത് നോക്കി, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ടെൻറ്റുകൾ ഡേർട്ടി ആയിട്ട് ഹല്ലേലൂയ കിടക്കുമ്പോൾ ഇത് മാത്രം വൈറ്റായിട്ട് നിൽക്കുക. അന്നേരം ശരിക്കും ഒരു കോൺട്രാസ്റ്റാണ്. അവിടെ ഒത്തിരി ടെൻറ്റുകളുണ്ട്, അതെല്ലാം മില്യൺസ് ഓഫ് ആ ക്യാമ്പിന് സറൗണ്ടിങ് ആയിട്ട് കിടക്കുന്നതെല്ലാം ഡേർട്ടി ആയിട്ട് കിടക്കുമ്പോൾ ഇത് മാത്രം വൈറ്റായിട്ട് നിൽക്കുക. അന്നേരം ഈ ഡെസേർട്ടിലെ വിൻസ് എല്ലാം ഹല്ലേലൂയ അടിച്ച് ഡേർട്ടായിട്ടിരിക്കുമ്പോഴും ഇത് ഇങ്ങനെ വൈറ്റായിട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ എന്തുകൊണ്ടാണെന്നറിയാവോ? എവറി ഡേ ഹല്ലേലൂയ ഇത് വാഷ്ഡ് ആൻഡ് ഓവർ അങ്ങനെ ഇത് ഹല്ലേലൂയ നിൽക്കുകയാണ്. ഇത് നമ്മളെ കാണിക്കുന്നത് യേശു ക്രിസ്തു തന്നെ ആണ് ഇതെന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് നമ്മുടെ റൈച്ചസ്നെസ്. ഹല്ലേലൂയ നമുക്കറിയാം, റെവലേഷനിലോട്ട് ചെല്ലുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 19:8 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അന്നേരം ഈ കോർട്ട്യാർഡിലെ ഫെൻസിൻ്റെ ലിനൻ തൊട്ട് വിളിച്ചറിയിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ നമുക്കറിയാം അതെന്താണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. റൈച്ചസ്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഈസ് ദ റൈറ്റ് ലിവിങ് വെൻ യു ലീവ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ വചനത്തോട് ചേർന്ന് നടക്കുമ്പോൾ അതാണ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് അതിൻ പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ വി ആർ വാക്കിംഗ് ഇൻ ദ പാത്സ് ഓഫ് റൈച്ചസ്നെസ്. അതിൽ പിന്നെ ഒരു കാര്യം കൊണ്ട് ഓർക്കണം, നമ്മുടെ റൈച്ചസ്നെസ് അല്ല, ഹല്ലേലൂയ നമ്മുടെ റൈച്ചസ്നെസ് എല്ലാം കറ പുരണ്ട ഹല്ലേലൂയ തുണി പോലെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മുടെ മേൽ ഇമ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റൈച്ചസ്നെസ് ഉണ്ട്. ആ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ റൈച്ചസ്നെസ്സാണ്. പിന്നെ ദൈവത്തിൻ്റെ വചനവും ഹോളി സ്പിരിറ്റും നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളാലാവോളും ഹല്ലേലൂയ ദൈവവചന പ്രകാരം ജീവിക്കുന്നതാണ് റൈച്ചസ്നെസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ ഹല്ലേലൂയ ആ കോൺട്രാസ്റ്റ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം, സുവിശേഷങ്ങളിലൊക്കെ ഹല്ലേലൂയ വെളിച്ചം എന്ന് പറയുന്നത് ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ വിളിച്ചറിയിക്കുകയാണ്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം വിളിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ച് കാണിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു ഇടവാണ് ഈ ടാബർനാക്കിൾ എന്ന് പറയുന്നത്. അന്നേരം നോക്കിക്കോണം, എക്സോഡസ് 40 വരുമ്പോൾ, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിൻ്റെ മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഹല്ലേലൂയ മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. അന്നേരം നമുക്കറിയാം, ദൈവം എപ്പോഴും മനുഷ്യരുമായിട്ട് ഹല്ലേലൂയ കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഏദൻ തോട്ടത്തിൽ അതല്ലയോ നമ്മൾ നോക്കിയാൽ കാണുന്നത്. ഹല്ലേലൂയ ആദാമിനോടും ഹവ്വായോടും ഹല്ലേലൂയ കൂടെ വസിപ്പാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ അബ്രഹാമിനോട് മോശയോട് ദൈവം ഹല്ലേലൂയ അഭിമുഖമായിട്ട് സംസാരിച്ചു. ഹല്ലേലൂയ ഇവിടെ ടാബർനാക്കിൾ തൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഇട്ടിട്ട് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആ കൂട്ടായ്മ അവിടെ കാണിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്ന ആൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. അന്നേരം യേശു ക്രിസ്തു ഇന്ന് നമ്മളെ നയിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. അന്നേരം യേശു ക്രിസ്തു അതിൽ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഹല്ലേലൂയ നടത്തുകയാണ്, നയിക്കുകയാണ്. അന്ന് നടത്തിയത് ഹല്ലേലൂയ മേഘം, ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം, ഹല്ലേലൂയ തിരുനിവാസത്തിൻ്റെ മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അഗ്നിയും, ഹല്ലേലൂയ അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു എന്ന് കാണുകയാണ്. നമുക്കറിയാം ഹല്ലേലൂയ സുവിശേഷങ്ങളിൽ ഒക്കെ ഇത് ഹല്ലേലൂയ ഇതിനെ കാര്യങ്ങൾ വളരെ ഹല്ലേലൂയ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അവൻ വചനം ജഡമായി തീർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്, അന്നേരം ടാബർനാക്കിളിൽ തേജസ് കണ്ടതുപോലെ ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും നമുക്കറിയാം, ഈ ടാബർനാക്കിളിൽ നോക്കുമ്പോൾ ഒറ്റ ഒരു വാതിലേ ഉള്ളൂ. ഹല്ലേലൂയ വലിയ വാതിൽ നമ്മൾ കണ്ടല്ലോ. അന്നേരം നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് വാതിൽ. ഹല്ലേലൂയ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു ലൈഫ് ലോങ് ഡ്രീം എന്ന് പറയുന്നത്
ഈസ് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹിം. നമ്മൾ എന്തെങ്കിലും കാര്യം സാധിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളുമായിട്ട് ഫെലോഷിപ്പ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ആ അൺസ്പീക്കബിളായിട്ടുള്ള ജോയ് ഹല്ലേലൂയ ഫുൾ ഓഫ് ഗ്ലോറി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് അറിയാം ആ ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ ഹല്ലേലൂയ നമ്മുടെ കൂട്ടായ്മകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാപത്തിൻ്റെ ചങ്ങലകൾ അവിടെ ബ്രേക്ക് ഇടാം. ഹല്ലേലൂയ. വെൻ ഗോഡ്സ് പ്രസൻസ് ഈസ് ഇൻ ദ ചർച്ച് and the chains of sins are broken and sickness and disease are conquered. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആരെയും കുറ്റം പറയണ്ട. കർത്താവ് നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഈ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം ഒന്ന് മാറ്റിയിട്ട് കർത്താവ് തിരുസാന്നിധ്യം ഞങ്ങളുടെ മേലൊന്ന് വരണമേ, ഞങ്ങൾ കൂടി വരുന്നിടത്തുണ്ടാകണമേ. കർത്താവ് പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് നിൽക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ശുശ്രൂഷകൾ നടക്കട്ടെ. ഹല്ലേലൂയ. ഈ ബ്രോക്കൺ ഹാർട്ട്സ് ഹല്ലേലൂയ ബ്രോക്കൺ മാരേജസ് ഒക്കെ ഒന്ന് റിസ്റ്റോർഡ് ആകട്ടെ. ഹല്ലേലൂയ. ഡാർക്ക്നെസ് ഓഫ് ഡിപ്രഷൻ ഹല്ലേലൂയ കോൺകേർഡ് ആകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മൾ ചെറിയ ഒരു ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഹല്ലേലൂയ വലിയ വ്യത്യാസങ്ങൾ ഹല്ലേലൂയ നമ്മൾ പോകുന്ന സഭകളിൽ നമ്മൾ ഹല്ലേലൂയ കൂടുന്ന കൂട്ടായ്മകളുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ശികാഗോ പ്രേരണയിൽ ഞങ്ങളുടെ ഈ കൂടിവരവിൽ അനേകർ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ വെറുതെ കടന്നു വന്ന് അത് പ്രാർത്ഥിച്ച് പോകുന്നവരായിട്ടല്ല, ഈ ദിവസങ്ങളിൽ ദൈവിക സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ മുന്നേറാം. നമുക്കറിയാം, നമുക്ക് ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊന്നും നടക്കുന്നില്ലെന്നല്ല, തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് ഹല്ലേലൂയ ഈ പ്രേയർ ലൈന് ഹല്ലേലൂയ നമ്മൾ വരുന്ന കൂട്ടായ്മകളൊക്കെ നടക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈ പറയുന്നത്. ഒരു നെഗറ്റീവായിട്ട് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കുക. നമുക്കറിയാം, നമുക്ക് ഈ ടാബർനാക്കിൾ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ കണ്ടു ലിനൻ, വൈറ്റ് ലിനൻ യേശുക്രിസ്തുവിനെ വിളിച്ച് കാണിച്ചു. വാതിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിളിച്ച് കാണിച്ചു. ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്തിലെ ഫർണിച്ചേഴ്സ് ഒന്നും ഡീറ്റെയിൽഡായിട്ട് നോക്കുവാണെങ്കിൽ ഓരോന്നും കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ച് കാണിക്കുന്ന. ഇനി ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. ഇത് ഹല്ലേലൂയ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ഇതിൻ്റെ ഈ ടാബർനാക്കിന് ചുറ്റുമായിട്ട് ക്യാമ്പ് ഹല്ലേലൂയ അടിച്ച ഒരു കാര്യം നമുക്കറിയാമല്ലോ. ആ ക്യാമ്പ് നോക്കുമ്പോൾ എന്തുവാ ശരിക്കും ആ ക്യാമ്പിൽ കാണുന്നതെന്നറിയാവും. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഹല്ലേലൂയ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ല, എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. നിങ്ങളെല്ലാം എന്നെക്കാളും വചനം അറിയാവുന്നവരും കൂടാണ്. അതായത് ഞാൻ ഈ പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കാനൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അന്നേരം ഞാനൊന്ന് ഒന്നുകൂടെ ഷെയർ ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഞാൻ ഈ പറയുന്നതെന്നുള്ളത്. കാണുന്നുണ്ടേ പറയണേ. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അന്നേരം ഇവിടെ നമ്മളിത് കണ്ടോ, നമുക്ക് ഇവർക്കെല്ലാം വളരെ ഓർഡർലിയാണ് ഇവർ പോകുന്ന പ്രയാണത്തിൽ എങ്ങനെ ക്യാമ്പ്, ഓരോ ഗോത്രങ്ങളും ക്യാമ്പ് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നത്. അത് നമുക്കിവിടെ അറിയാം. ഇവിടെ ഹല്ലേലൂയ ഓരോ കുടിയടയാളമുണ്ട്. രൂബേൻ ഗോത്രത്തിന് ഹല്ലേലൂയ മനുഷ്യൻ്റെ കുടിയടയാളം. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കും ഇതാ രൂബൻ അതിൻ്റെ മാൻ ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാളയുടെ കൊടിയടയാളം, ഈഗിളിൻ്റെ കൊടിയടയാളം, അത് കഴിഞ്ഞിട്ട് സിംഹത്തിൻ്റെ കൊടിയടയാളം. ഇവിടെ നിങ്ങൾ എന്തോ കാണുന്നേ? നിങ്ങൾ കാണുന്നവരെന്ന് പറ, എന്തോന്നിൻ്റെ പടമായി കാണുന്നു? നമുക്കറിയാവുന്ന ഒരു ക്ലിയർ ആവുന്നില്ല, കാണുന്നുണ്ട്, പക്ഷെ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല. കുരിശ്, ഇത് കുരിശായിട്ട് കാണുന്നുണ്ടോ? വായിക്കാൻ അത് വായിക്കണ്ട, ക്രോസ് ആയിട്ട് കാണുന്നുണ്ടോ? ഒരു കുരിശടയാളം പോലെ കാണുന്നുണ്ടോ? ഓക്കെ, അത് മാത്രം കാണിക്കാൻ ഞാൻ വന്നത്. ഈ ഇസ്രയേല് ക്യാമ്പ് ചെയ്തത് വളരെ ഓർഡർലി ആയിട്ടാണ് ക്യാമ്പ് ചെയ്തത്. ലേവി ഗോത്രം ഇവിടെ നടുക്ക്, അതായത് നമുക്ക് അറിയാം ടാബർനാക്കിനോട് ചേർന്ന് ലേവി ഗോത്രം കിടക്കുക. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ദാൻ ഗോത്രം, ദാൻ എന്ന് പറയുന്നത് ദാന്, നഫ്താലി, ആഷർ എല്ലാം കൂടെ ചേർന്ന്
157,600 അവരുടെ സംഖ്യ അത്രയോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ജൂഡ, അവരുടെ ലയണ, അവരുടെ കൊടിയടയാളം, അവിടെ ഇസാക്കാർ, ജൂഡ, സെബുലൂൻ എല്ലാം കൂടെ ചേർത്ത് 186,400. എന്നാൽ ഇവിടെ നോക്കിക്കോണം, ഇവിടാണ് ജൂഡ കിടക്കുന്നത്, അവിടെ കൂടുതൽ ആളുള്ളത്. അന്ന് ഓർത്ത് നോക്കി, ഇത് വലിയ നീളത്തിൽ. ഇവിടെ രണ്ടും ഏകദേശം ഈക്വൽ, 151, 157 ഏകദേശം ഒരുപോലെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് 108, 1,81,000. മനസ്സിലായി? എന്നിട്ട് ഇങ്ങനെ എല്ലാ ഓർഡർ ഇത് കണ്ടിട്ടാ അവിടെ വന്നിട്ട് ഇസ്രായേലിനെ ശപിക്കാൻ വന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അറിയാം, ഓർക്കുന്നുണ്ടോ? ഇസ്രായേലിനെ ശപിക്കാനായിട്ട് നമ്പേഴ്സിൽ നമ്മൾ കാണുന്നുണ്ട്. ആരായിരുന്നു വന്നേ? ഇസ്രായേലിനെ ശപിക്കാൻ വന്നൊരു പ്രവാചകൻ. ഇസ്രായേലിനെ ശപിക്കാൻ ഒരു പ്രവാചകൻ വന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ബാലാം. കേൾക്കുന്നില്ലേ? കേൾക്കാൻ ബ്രദറെ, ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഇത് പറയാം. അന്നേരം ഇത് എന്തുകൊണ്ടാ ഈ ബാലാം വന്നിട്ട്, ബാലാക്ക് വിളിച്ചു വരുത്തിയല്ലേ ബാലാമിനെ? വിളിച്ചു വരുത്തിയിട്ട് കണ്ടപ്പോൾ ഒരു പ്രവചനം പറഞ്ഞിട്ട് പോയത് എന്തായിരുന്നു അറിയാമോ? യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അന്നേരം വെളിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കുരിശ് കണ്ടു. സാത്താൻ കുരിശ് കൊണ്ട് പേടിക്കുന്ന പോലെ ഈ കുരിശിൽ കൂടെ കർത്താവിൻ്റെ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നേ? പിശാചിൻ്റെ തല തകർക്കുന്ന പരിപാടി അവിടെ നടക്കാൻ പോകുന്നതെന്ന് ഹല്ലേലൂയ മനസ്സിലായിട്ട് വിളിച്ചു പറയുക, യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അന്നേരം ഈ പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങൾ മൊത്തം എന്തായിരുന്നു? പുതിയ നിയമത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു നിഴലായിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ക്രോസ് ഈസ് റിവീൽഡ് ഇൻ ദ ടാബർനാക്കിൾ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. ഇവരുടെ ഓരോ അറേഞ്ച്മെൻറ്റ്സ് പോലും വളരെ വ്യക്തതയോടെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അത് മാത്രമല്ല, നമ്മൾ ഇതിനകത്തിലോട്ട് നമ്മൾ ഈ ടാബർനാക്കിലോട്ട് ചെന്നിട്ട് ഒരു ലൈൻ അങ്ങ് വരയ്ക്കണം. ഹോളി പ്ലേസ് തൊട്ട് ആ താമ്രത്തൊട്ടി വരെ, ഫ്രണ്ട് ഡോർ വരെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കണം. പിന്നെ നമുക്കറിയാം, ഹോളി പ്ലേസിൽ ചെന്നിട്ട് ലാംപ് സ്റ്റാൻഡ്, ഷോ ബ്രെഡ്, അത് നമ്മൾ കണ്ടല്ലോ, അവിടോട്ടൊരു ലൈൻ വരയ്ക്കണം. അത് എന്തായിട്ട് വരും? കുരിശായിട്ട് വരും. അന്നേരം കർത്താവ് അറേഞ്ച് ചെയ്യുന്നത് മൊത്തം ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇന്ന രീതിയിൽ പണിയണം, ഡയമെൻഷൻസും കൊടുത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്ത് പണിയിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം നമുക്ക് മാറ്റിമറിക്കാൻ, ദൈവിക ആരാധനയെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം ഇതിൻ്റെ ഓരോ കണക്കുകളും ഇതിനകത്ത് എഴുതാം, അതെല്ലാം വായിച്ച് ഞാൻ സമയം എടുക്കുന്നില്ല. അന്നേരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ചീന്തിയത് കാൽവറി ക്രൂശിൽ, ഇതൊക്കെ ഹല്ലേലൂയ പ്രാവചനികമായിട്ട് ഓരോ വെളിപ്പെടുത്തലുകൾ പഴയ നിയമത്തിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അന്നേരം മെസ്സേജ് ഈസ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് സെൻട്രൽ ടു മൈ ലൈഫ്, ടു യുവർ ലൈഫ്. ഹല്ലേലൂയ. നമുക്ക് അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു ശരിക്കും നമ്മുടെ ദൈവമായിട്ട് മാത്രമാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കർത്താവായിട്ട്, അതായത് ലോഡ്ഷിപ്പ് ദൈവത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ശരിക്കും ഒരു വിശ്വാസിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാര്യം സാധിക്കാൻ ചെന്നു, ആ കാര്യം സാധിച്ച് ദൈവം നടത്തി തന്നു, അതോ അല്ല, അതിലുപരിയായിട്ട് കർത്താവായിട്ട് ലോഡ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ലോഡ്ഷിപ്പ് ദൈവത്തിന് കൊടുത്താൽ മാത്രമേ ആ ഫെലോഷിപ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ തോട്ട്സിൽ, നമ്മുടെ ചിന്തകളിൽ, ഹല്ലേലൂയ, നമ്മുടെ മാരേജ് ലൈഫിൽ, നമ്മുടെ ബിസിനസ്സിൽ, ഹല്ലേലൂയ, ഇവിടെ എല്ലാം കർത്താവ് നമ്മുടെ, ഹല്ലേലൂയ, നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കണം. ഹീ ഷുഡ് ബി അവർ ലോഡ്. അന്നേരം ഹല്ലേലൂയ, ഈ കർത്താവിൻ്റെ ക്രൂശീകരണം, ഹല്ലേലൂയ, ഈ ഷുഡ് ബി സെൻട്രൽ ടു അവർ ലൈഫ്. ഹല്ലേലൂയ, നമ്മൾ കർത്താവ് സെൻട്രൽ ആകുന്നത് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അന്ന് ദൈവിക സാന്നിധ്യത്തിലാകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഹല്ലേലൂയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അന്നേരം ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കാൻ തക്ക സമയത്തിൽ സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായിട്ട് ഹല്ലേലൂയ നാം ധൈര്യത്തോടെ
കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എന്തോ ഒരു വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് ആ ലാണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ആ സ്ഥലത്തേക്ക് സമയഭേദം കൂടാതെ കടന്നു ചെല്ലുവാൻ ദൈവം സഹായിച്ചല്ലോ. ഹല്ലേലൂയ. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ പല കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ സമയക്കുറവുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കേട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹവുമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വളരെ ആഴമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവര്, നമുക്കറിയാം പഴയ നിയമം നിഴലും പുതിയ നിയമവും അതിൻ്റെ പൊരുളുമാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഈ ഈ ലേവ്യ പുസ്തകത്തിലും ഇന്ന് നമ്മൾ കേട്ടതുപോലെ ആ പുസ്തകങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് സമാഗമന കൂടാരം പണിയേണ്ടതിൻ്റെ മെഷർമെൻറ്റും എല്ലാം വളരെ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കേട്ടല്ലോ കൃപാസനം, അവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മഹാപുരോഹിതന് കയറി ചെല്ലാനായിട്ടൊക്കത്തുള്ളൂ. നമുക്കറിയാം സക്കറിയ പുരോഹിതന് അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ അവിടെ ചെന്നപ്പോഴാണ് ദൈവദൂതനെ കാണുകയും അരുളപ്പാട്, തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അരുളപ്പാട് ലഭിക്കുകയൊക്കെ ചെയ്തത്. നമുക്കറിയാം ആ പുരോഹിതൻ്റെ അരയിൽ ഒരു ചങ്ങല കെട്ടി ആ ചങ്ങലയുടെ അഗ്രം വെളിയിൽ വരെ നീണ്ട കിടക്കും. അങ്ങനെയാണ് അവരകത്ത് ചെല്ലുന്നത്. ദൈവകോപം ഉണ്ടായി അവിടെ മരിച്ചു പോയാൽ ആർക്കും അങ്ങോട്ട് കയറാനൊക്കത്തില്ല. ആ പുരോഹിതൻ്റെ ജഡം വലിച്ചു വെളിയിലേക്ക് എടുക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് കർത്താവിൻ്റെ കുരിശിലൂടെ വിശ്വാസികളായ എല്ലാവർക്കും ഏത് സമയത്തും കടന്നു ചെല്ലാനുള്ള അവകാശം നമുക്ക് ലഭിച്ച കൃപാസനത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെല്ലുവാനുള്ള വലിയ അവകാശം കർത്താവിൻ്റെ ആ കുരിശിലൂടെ നമുക്കറിയാം. ആ ക്രൂശീകരണത്തിലാണല്ലോ ആ തിരശീല മേൽ മുതൽ അടിവരെ ചീന്തിപ്പോയി ആ മറ മാറ്റി നമുക്ക് അങ്ങോട്ട് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട്, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ അളവും ഒക്കെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ല. അതിലുപരിയായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് ദിവസം തോറും കൃപകൾ പ്രാപിച്ച് ധൈര്യമുള്ളവരായിട്ട് ആ കർത്താവിൻ്റെ കൃപകൾ അനുഭവിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സന്തോഷത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് എബ്രായലേഖന കർത്താവ് പറയുന്നത്, ഏത് സമയത്തും നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ആ അവകാശം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് വളരെ ആഴമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കർത്താവിൻ്റെ ദാസൻ ഒരു എഞ്ചിനീയറാണ്. അതുകൊണ്ട് ആ രീതിയിൽ കണക്കുകളും ഒക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ ആണ് അതിൻ്റെ ആ രൂപരേഖകളും ഒക്കെ വരച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ഓർഡറായിട്ടുള്ള രീതിയിൽ വളരെ ഓർഡർലി ആയിട്ടാണല്ലോ അതൊക്കെ ചെയ്തിരിക്കുന്നത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തുടർന്നും കർത്താവ് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ദാസൻ ഈ നമ്മുടെ പ്രയർ ലൈനിൽ വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകുന്നു. താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. കർത്താവിൻ്റെ ദാസൻ എടുക്കുന്ന ക്ലാസ്സുകളും ഒക്കെ അവിടെ ഇടുന്നുണ്ട്. അതൊക്കെ നമുക്ക് പോയി കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള സാവകാശം നമുക്കുണ്ട്. കർത്താവ് ധാരാളമായിട്ട് തൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രസിഡന്റ് പേരിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും പ്രകാശിപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായിരുന്നു ദേവദാസനെ. സ്തോത്രം സ്തോത്രം.